ഹലോ ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കൊന്നൊരു പാനിപ്പൂരി ഉണ്ടാക്കട്ടോ. പാനിപ്പൂരി ഉണ്ടാക്കാനാണ് കേട്ടോ. നമ്മൾ ഉള്ളി എടുത്തുക്കണം കേട്ടോ. നമുക്ക് നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് മുറിച്ചാൽ, എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കേങ്ങ് ഉണ്ടല്ലേ, കേങ്ങ് നമുക്കിത് പീങ്ങെടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് പീങ്ങാം. നമുക്ക് ഈ കേങ്ങ് അടുത്ത് മുറിച്ച് കൊടുക്കാം കേട്ടോ. ഇതാക്കാനും വേണ്ടി, പീങ്ങാനും വേണ്ടി മുറിക്കാം. വന്നിരിക്കും കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ കേങ്ങിൻ്റെ തൊലി പൊളിക്കാം. നമ്മൾ ഉടച്ചിരിക്കും കേട്ടോ. നമുക്കിത് ഉള്ളിട്ടോ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞെടുക്കാം കേട്ടോ. ചെറുതാക്കി 4 കഷ്ണമാക്കിയിട്ട് അരിയട്ടോ. മുറിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. ഇതേപോലെ അരിയട്ടോ. ഫുള്ളും നമുക്ക് അരിഞ്ഞെടുക്കാം. വേണം കുഴച്ചെടുക്കാം. നമ്മുടെ മസാല തയ്യാറായിരിക്കും കേട്ടോ. കേങ്ങും ഉള്ളിയും പച്ചമുളകും മല്ലിച്ചപ്പും നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടോ. നമുക്കിനി വെള്ളത്തിൽ കുറച്ച് ദിവസം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ശർക്കര വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. കണ്ടിട്ടോ, ശർക്കര ഉരുക്കാൻ വെച്ചിരിക്കുന്നു കേട്ടോ. പുളിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര ഉരുക്കാൻ വെച്ച് പോയാണ് കേട്ടോ. മുളക് പൊടി ഇട്ടിരിക്കുന്നു. നമ്മളിനി കുറച്ച് ഇപ്പിടും കേട്ടോ. അത് നമ്മളിനി അടുപ്പത്ത് വെച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. നമ്മളുടെ പുളിഞ്ചി കേട്ടോ, നമുക്കിത് പറ്റിയിട്ട് ഇങ്ങനെ വേണം കണ്ടത്. ഇനിയുണ്ട് കുറേ വറ്റാൻ കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളുടെ പുളിഞ്ചി തയ്യാറാവുന്നു കേട്ടോ. നമ്മളുടെ പുളിഞ്ചി ആയിരിക്കുന്നു കേട്ടോ. കണ്ടില്ലേ, നമുക്ക് പാനിപ്പൂരിക്കില്ലേ വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ. മുളകും ഇഞ്ചി ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് എടുക്കുക, പിന്നെ നമുക്കൊരു കഷ്ണം ഇഞ്ചി, പിന്നെ പുതിനയും ഇടുക. നമുക്കിനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം പോരുന്നതാണ് കേട്ടോ. നമ്മളൊന്ന് ജ്യൂസ് അടിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പാനിപ്പൂരിയുടെ വെള്ളമായിരിക്കും കേട്ടോ. വെള്ളമായിരിക്കണം കണ്ടിച്ച് പറഞ്ഞു വെള്ളം. ഇതിന് 2 കപ്പാണ് കേട്ടോ റവ എടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മളിന് 4 സ്പൂണ് മൈദ ഇടുന്നതാണ് കേട്ടോ. പാട്ടെടുത്ത് മിക്സ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുറച്ചെടുക്കാം. ചപ്പാത്തി മാവ് കഴിക്കില്ല, അതേപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമുക്കിത് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മളുടെ ബോൾസ് റെഡി ആയിരിക്കും കേട്ടോ. നമുക്കിതൊരു 10 മിനിറ്റ് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്കിത് പരത്തിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളുടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പിലാകണം നമുക്കിത് പരത്തണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഒന്ന് പരത്തുക. നമുക്കൊരു വട്ടം ഷേപ്പിലാകുന്ന വരെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പരത്തി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൊരു അടപ്പ് വെച്ച് ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് എല്ലാതും നമുക്കൊരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മളുടെ പാനിപ്പൂരിയുടെ പൂരി. അപ്പോൾ നമുക്കിത് ഇതേപോലെ എല്ലാതും നമുക്ക് ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പാനിപ്പൂരിയുടെ നമുക്ക് പൂരി റെഡി ആയിരിക്കുന്നു. ബാക്കി നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ. എണ്ണ തിളച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ പാനിപ്പൂരി ഉണ്ടാക്കുന്ന പൂരി ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ പൂരി ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കണ്ടില്ലേ, പൊങ്ങി വരുന്നത്. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ, ഇത് മറക്കാതെ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ.
ഫ്രണ്ട്സ് നമ്മത് കണ്ടില്ലേ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് കേട്ടോ നമ്മത് വാങ്ങാം. അതുകൊണ്ട് നമുക്ക് ഇതാക്കട്ടോ. നമ്മളെ പാനിപ്പൂരി നമുക്ക് പൊങ്ങി വന്നിരിക്കുന്നുണ്ടോ കണ്ടില്ലേ. നമ്മുടെ പാനിപ്പൂരി കേട്ടോ കണ്ടില്ലേ. നമ്മൾ എണ്ണയിലിട്ട് കണ്ട് വെക്കണമെങ്കിൽ ബ്രൗൺ കളർ ആകണ വരെ നമുക്കിത് എണ്ണയിലിടാം. മസാല പാനിപ്പൂരി ആയിരിക്കുന്നുണ്ടോ കണ്ടിട്ട് പൊരിച്ചുണ്ടാക്കിയതാണ്. ഇതാണ് നമ്മുടെ പുളിഞ്ചി. ഇനി നമ്മളുടെ മല്ലിവെള്ളം, നമ്മൾ തക്കാളി, നമ്മളുടെ പാനിപ്പൂരിക്കുള്ള മസാല. മസാല നിറക്കുകയാണ് കേട്ടോ. ഇല്ലി പിടിച്ചോട്ടോ. എൻ്റെ കയ്യിൽ തന്നെ പിടിച്ചോ. അത് അവിടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ പാനിപ്പൂരി തയ്യാറായിരിക്കുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പാനിപ്പൂരി. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കല്ലേ. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബായ്.